കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരുമല്ലൂർ. കൊച്ചിൻ റിഫൈനറിയിൽ നിന്ന് കാറ്റലക്സ് എന്ന പൊടി വീണതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ സമരം നടത്തി. കാറ്റലക്സ് എന്ന പൊടി വീഴുകയും അതിനെ തുടർന്ന് അമ്പലമുകൾ അയ്യൻകുഴിയിലെ 45 കുടുംബങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാതെ വലയുന്ന സാഹചര്യത്തിൽ സമരം സംഘടിപ്പിച്ചു. കമ്പനിയുമായി കുടിവെള്ളം എത്തിച്ചു തരാമെന്ന ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ കുടിവെള്ളം ഇതുവരെ എത്തിച്ചു തരാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇതിനെ തുടർന്നാണ് വീണ്ടും സമരവുമായി മുന്നോട്ട് വന്നത്. വണ്ടി ഓടിച്ചു വരുമ്പോൾ കണ്ണിലേക്ക് ഈ പൊടി ഇങ്ങനെ വീഴണം. അപ്പോൾ വീടിന് കണ്ടാൽ നമുക്ക് സംശയം തോന്നിയിട്ടാണ് നമ്മൾ ഇതെന്താ തിരക്കിയപ്പോഴാണ് അവിടെ ഇരിക്കുന്ന എല്ലാ സ്കൂട്ടറിന്റെയും എല്ലാ വണ്ടികളിലും എല്ലാത്തിൻ്റെയും മുകളിൽ പൊടി ഇരിക്കുക. അപ്പോഴാണ് നമ്മുടെ ഏരിയയിൽ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള വാട്ടർ ടാങ്കിന്റെ മുകളിലും ടർപ്പായുടെ മുകളിലും വിറക് വെച്ചതിന്റെ മുകളിലും എല്ലായിടത്തും പൊടി എടുക്കണം. ഇതെല്ലാം എടുത്ത് വ്യാപകമായിട്ട് വീണത്. വണ്ടി വരുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊന്നും വലിയ ടാങ്കുകളുള്ള ആൾക്കാരല്ല. ഈ അപ്പാപ്പ വെള്ളം പിടിച്ച് കഴിയുന്ന ആൾക്കാരല്ല. ഞങ്ങൾ കുടിക്കണം. ഈ 2 നേരം വരുന്ന വെള്ളമാണ് ഞങ്ങൾ പിടിച്ചു വെക്കുന്നത്. അത് ചെറിയ പാത്രത്തിലാണ്. ഇപ്പോൾ വെള്ളമില്ല, ബോട്ടിൽ വാങ്ങുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു 500 ലിറ്ററിൻ്റെ ടാങ്ക് ഈ അടിയന്തരമായിട്ട് പഞ്ചായത്ത് എല്ലാവരും. കളക്ടറുമായുള്ള ചർച്ചയിൽ കമ്പനിയുടേതല്ല ഈ പൊടിയെന്ന് പറയുകയും കോടതി ഇവർക്ക് വെള്ളം എത്തിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കുടിവെള്ളം ഇതുവരെ ലഭ്യമാകുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. കുളങ്ങളും കിണറുകളും വാട്ടർ ടാങ്കുകളും വിഷപ്പൊടിയാൽ നിറഞ്ഞിരിക്കുകയാണെന്നും നാട്ടുകാർ വ്യക്തമാക്കി. ഇതിനെ തുടർന്നാണ് സമരം സംഘടിപ്പിച്ചത്. ഒടുവിൽ പോലീസ് കുടിവെള്ളം ക്യാനുകളിൽ എത്തിച്ചു തരാമെന്നുള്ള ഉറപ്പിനെ തുടർന്ന് ജനങ്ങൾ പിന്തിരികയായിരുന്നു. ക്യാൻ പോലീസും വെള്ളം പഞ്ചായത്ത് നൽകാമെന്നാണ് ഏറ്റിരിക്കുന്നതെന്ന് സമരക്കാർ പറഞ്ഞു. സമരസമിതി കൺവീനർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം BJP പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മെമ്പർ ജോസ്, BJP പഞ്ചായത്ത് സെക്രട്ടറി മനോജ് കുമാർ, ഏലൂർ ഗോപിനാഥ്, PR രാജാമളൻ, KK വാമലോചന, കടവുങ്കൽ രാധാകൃഷ്ണൻ, സിന്ധു സുരേന്ദ്രൻ, പങ്കജാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യൻകുഴിയിലെ 45 കുടുംബങ്ങൾ വർഷങ്ങളായിട്ട് അവരുടെ ജീവിക്കാൻ വേണ്ടിയുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് നടത്തുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഭരണഘടനാ ലംഘനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമോന്നത കോടതി വരെ. ന്യൂസ് ബ്യൂറോ, അമ്പലമുകൾ.